ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബെർലിൻ വരെ പോവാണ്. അപ്പം ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ബെർലിൻ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത്. ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ ബെർലിനിൽ താമസിക്കുന്നവർക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം 1 ഡേ ട്രിപ്പ് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എന്തൊക്കെ കാണാം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബെർലിനിലേക്ക് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം നമുക്ക് ബസ്സും സുഗും പിടിച്ചിട്ട് വേണം പോകാൻ. അപ്പം എനിക്കിവിടുന്ന് 8:35 ബസ്. അപ്പോൾ ഞാനത് കയറാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് ഞാൻ ബെർലിനിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത് 49 euro ടിക്കറ്റ് വെച്ചിട്ടാണ്. 49 euro ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മന്ത്ലി പാസ് ഫോർ അൺലിമിറ്റഡ് ട്രാവൽ ഓൺ ലോക്കൽ ട്രെയിൻസ്, ബസ്സസ് ആൻഡ് ട്രാംസ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2023 ജർമ്മനിയിൽ. ഇതിൻ്റെ പിന്നിൽ വേറൊരു റീസൺ ഉണ്ട്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോളോയിങ് ദി സക്സസ് ഓഫ് 9 euro ടിക്കറ്റ് ഇൻ 2022. അപ്പം ഈ ഒരു 49 euro ടിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ 49 euro ടിക്കറ്റ് ഇല്ലാണ്ട് നമ്മൾ ഡെയിലി നമ്മൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു എക്സ്പെൻസിലേക്ക് പോകും. ഞാൻ അവിടുന്ന് ബസ് കയറി ഇപ്പം നമ്മൾ ബെർണോ ബാൻഹോഫിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് ഇനിയും ഞാൻ പോകുന്നത് ബ്രാൻഡൻബുർഗ് ടോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് ബ്രാൻഡൻബുർഗ് ഗേറ്റ് കാണാനാണ്. അത് ഒരു ജർമ്മനിയിലെ ഒരു ഫേമസ് സ്പോട്ട് ഫോർ ഇവൻറ്റ്സും അതുപോലെ തന്നെ ടൂറിസത്തിനൊക്കെ ഉള്ളൊരു ഫേമസ് സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. അപ്പം ബ്രാൻഡൻബുർഗ് ടൂറിലെത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ. അപ്പം അതുപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചില വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം സുഗിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് മറ്റൊരാളുടെ അനുവാദം ഇല്ലാണ്ട് അവരുടെ ഫേസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെയും പറ്റത്തില്ല. പക്ഷേ ഇവിടെ അത് കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മളോട് കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യും. അപ്പം ഞാനങ്ങനെ എടുത്തില്ല. അതാണ് ഞാൻ സുഗിൽ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ. കാരണം അത്യാവശ്യം തിരക്കായിരുന്നു. എൻ്റെ അടുത്തുള്ള ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 130 meters നടക്കാനേ ഉള്ളൂ ഈ ഒരു ബാൻഹോഫിൽ നിന്ന് തന്നെ. അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ബ്രാൻഡൻബുർഗ് ഗേറ്റ്. 1788 മുതൽ 1791 കാലഘട്ടത്തിൽ പാഴ്സ്യ രാജാവായ ഫെഡറിക് വില്യം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നിർമ്മിച്ചത്. ആദ്യകാലത്ത് സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നെങ്കിലും തണുത്ത യുദ്ധകാലത്ത് ബെർലിൻ മതിലിന് സമീപം ഭിന്നതയുടെ പ്രതീകമായി. 1989 ബെർലിൻ മതിൽ പൊളിഞ്ഞതിന് ശേഷം ഇറ്റ് ബിക്കെയിം എ സിംബൽ ഓഫ് ജർമ്മൻ യുണൈറ്റി ആൻഡ് ഫ്രീഡം. സോ ഗായ്സ്, അങ്ങനെ ഞാൻ ബ്രാൻഡൻബുർഗ് ഗേറ്റ് കണ്ടു. ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താ റീസൺ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയുടെയും പല രാജ്യത്തിൻ്റെയും ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം 10 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ബ്രാൻഡൻബുർഗ് ഗേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ നമ്മൾ വരുന്ന ഊബാൻ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടാണ് ബ്രാൻഡൻബുർഗ് ഗേറ്റ്. സോ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പാട് ഒരുപാട് നടക്കാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ബെർലിനിൽ ഉള്ളവരും ബെർലിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇതൊരു എനിക്ക് തോന്നുന്നു പണ്ടത്തെ എന്തോ ഒരു സംഭവമാണ്. അപ്പം ബെർലിനിൽ താമസിക്കുന്നവരും ബെർലിനിലൊക്കെ എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാരൊക്കെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കൈയടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, വീഡിയോസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ബെർലിൻ കാത്തീഡ്രൽ ഇവിടെ അടുത്താണ്. അപ്പം അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ അലക്സാണ്ടർ പ്ലാറ്റ്സിലേക്കോ ആണ് പോകുന്നത്. അപ്പം നമുക്കിനി അവിടെ എത്തിക്കാം. ഓക്കെ, അതിന് മുന്നേ പോകുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഓരോ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. ഇങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി നേരെ ഊബാനിലേക്ക് പോവാണ്. അപ്പം ഞാനൊന്നും മേടിച്ചില്ല. കാരണം എനിക്ക് തോന്നി കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നി. പക്ഷേ ചുമ്മാ ജസ്റ്റ് വിസിറ്റ് ചെയ്യാനൊക്കെ ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. സോ
മ്യൂസിയം സിൻസൽ എന്ന് പറഞ്ഞിട്ടൊരു മാൻഹോഫിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇവിടെയാണ് ബെർലിൻ കത്തീഡ്രൽ, ഇവിടെ അടുത്തെങ്ങാണ്ടാണ്, അപ്പം അറിയത്തില്ല, നമുക്ക് ലൊക്കേഷൻ ഇട്ട് പോകണം. ആൻഡ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എല്ലായിടത്തും വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഭംഗി. അപ്പം നമ്മൾ ബെർലിനിൽ വന്നാലും, ഞാനിതിന് മുന്നേ ഒരു 1-2 തവണ ബെർലിനിൽ വന്നിട്ടുണ്ട്. അപ്പം എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ മലയാളീസിനെ കാണുന്നതാണ്. പക്ഷേ എന്തോ ഇന്നൊന്നും ആരെയും കണ്ടില്ല. എപ്പോൾ നല്ല ഏതെങ്കിലും ഒരു മലയാളീസിനെ കാണാറുണ്ട്. കാരണം ഈ ബെർലിനിൽ നമുക്ക് ജർമ്മൻ നിർബന്ധമില്ല. കാരണം ഇവിടെ കുറേ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊന്നും, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് അറിയോ അങ്ങനെയൊന്നുമില്ല. അപ്പം അതൊരിതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എന്താ പറയണ്ടത്, സുഗും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പം നമ്മൾ ഇറങ്ങുന്ന ഏത് മാൻഹോഫിലാണോ അവിടെ നമ്മൾ എക്സിറ്റ് അടിക്കുന്ന ഏത് സ്ഥലമാണോ അവിടെ ആയിരിക്കും ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ വെക്കുന്നത്. അപ്പം അതൊരു ഏറ്റവും നല്ലൊരു ഗുണമാണ് എനിക്ക് തോന്നിയത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ചുകൂടെ ചരിത്ര സ്മാരകമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മാൻഹോഫിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്, എനിക്കറിയില്ല കറക്റ്റ്. ആ കാണുന്നതാണ് ബെർലിൻ കത്തീഡ്രൽ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ പഴയ ചരിത്രമായ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ബെർലിൻ കത്തീഡ്രലിലേക്കാണ്. ഇവിടെ അടുത്തടുത്ത് തന്നെ ഒരുപാട് പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കങ്ങനെ എല്ലാത്തിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു 3 ഡിഗ്രി എങ്ങാണ്ടാണ് ഇന്നത്തെ വെതർ അനുസരിച്ചിട്ട്. പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവധി ദിവസമായിട്ടും വലിയ തിരക്കില്ല, അറിയില്ല എന്താ. ഓക്കെ, കത്തീഡ്രലിനടുത്ത് തിരക്കുണ്ട്, പക്ഷേ റോഡിൽ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു കുഞ്ഞ് റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ജർമ്മൻസിൻ്റെ ഒരു പ്രത്യേകത, ഇവർ റിവർ സംരക്ഷിക്കുന്ന അടിപൊളിയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ വേസ്റ്റ് റിവറിൽ വലിച്ചെറിയത്തില്ല, അതിനെ സംരക്ഷിക്കുന്നത് നല്ല ഭംഗിക്കാണ്. പക്ഷെ ഇവിടെ അടുത്തൊരു റിവറാണിത്. അവിടെ ഒരാളിരുന്ന് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ബെർലിൻ കത്തീഡ്രലാണിത്. അപ്പോൾ ഇതാണ് ബെർലിൻ കത്തീഡ്രൽ. ഇവിടെ നല്ലൊരു നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെയും ഫ്രണ്ടിൽ ആ ഒരു റിവറിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ബെർലിൻ ആർട്ട് മാർക്കറ്റ് ഉണ്ട്. എനിക്കറിയില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്, ഞാൻ ഗൂഗിളിൽ കണ്ടില്ലായിരുന്നു. എനിക്കത് അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാണ് ഈ ഒരു മ്യൂസിക്കും ഈ ഒരു വ്യൂവും, അതുപോലെ തന്നെ ഈ ഒരു പള്ളിയും എല്ലാം. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം എന്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്നും അറിയത്തില്ല. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ബെർലിനിൽ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 1 ഡേ ട്രിപ്പൊക്കെ ബെർലിനിൽ പോകാനായിട്ട് പറ്റിയൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു ദിവസം കണ്ട് എൻജോയ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാം. കാരണം എപ്പോഴും ഉബാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കിനിയും ആ ഒരു ബെർലിൻ ആർട്ട് മാർക്കറ്റിന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കത്തീഡ്രലിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു പൈസ കൊടുക്കണം തോന്നുന്നു, എന്നാലും ഞാൻ ഉള്ളിൽ കയറുന്നില്ല. കാരണം നമ്മൾ വളരെ ചിലവ് ചുരുക്കിയ ട്രിപ്പിനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറുന്നില്ല ഞാൻ. എനിക്കാണ് കാര്യം. ഇതാണ് ബെർലിൻ കത്തീഡ്രൽ. ആദ്യമായിട്ട് 15-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. എന്നാൽ 1894 മുതൽ 1905 കിസർ വില്യം ബറൂക്ക് ശൈലിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തി. 2ാം ലോക മഹായുദ്ധത്തിൽ നാശം സംഭവിച്ച ഈ കത്തീഡ്രൽ 1975 മുതൽ 2002 കാലത്ത്
പുനർനിർമ്മിച്ചു. സോ ടുഡേ ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ മേജർ അട്രാക്ഷൻ ആൻഡ് എ സിംബിൾ ഓഫ് ബെർലിൻസ് ഹിസ്റ്ററി. ഞാൻ ഇപ്പം നിങ്ങളുടെ ബെർലിൻ കത്തീഡ്രൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു കുഞ്ഞ് അനുഭവം ഉണ്ടായി. അതായത് ഇവിടെ ഒരു കൂട്ടം സ്ത്രീകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു പേപ്പറും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ വന്നിട്ട് പറഞ്ഞു ബെർലിൻ എന്തോ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് പേരെഴുതി ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇനി ഇത് കാണുന്നതിൻ്റെ വില ആയിരിക്കും എന്നോർത്തു. അപ്പം ഞാൻ പേരില്ല സൈൻ ചെയ്തു, പോസ്റ്റൽ കോഡ് എഴുതി, സിറ്റി എഴുതി കഴിഞ്ഞപ്പം ഇവരെന്നോട് പറഞ്ഞു ഡൊണേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് ഡൊണേഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പള്ളി കാണാൻ വരുന്ന എല്ലാവരും ഡൊണേഷൻ കൊടുക്കും. അപ്പം ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ കുറേ പേര് 50 യൂറോ 20 യൂറോ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ അടുത്ത് നോട്ടായിട്ട് ഏറ്റവും കുറഞ്ഞ പൈസ 5 യൂറോ. അപ്പം ഞാൻ ഓർത്തു 5 യൂറോ കൊടുക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ 5 യൂറോ ഓക്കെ എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 5 യൂറോ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പൈസ എടുക്കുമ്പോഴൊക്കെ ഇവർ എൻ്റെ അടുത്ത് ഞാൻ എടുക്കാൻ സഹായിക്കും. അപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരെന്നോട് പറഞ്ഞു മിനിമം 10 യൂറോസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ വേറൊരു പെണ്ണ്, അപ്പോൾ 5-6 പെണ്ണുങ്ങളാണ്. അപ്പോൾ അതിൽ വേറൊരു പെണ്ണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് സാരമില്ല, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവരൊരു പേപ്പർ കൊണ്ട് തന്നിട്ട് ഇതിലും കൂടെ സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ബാഗിൻ്റെ സിബ് അടച്ചിട്ടില്ല, അവർക്ക് പൈസ കൊടുത്ത ഉടനെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ അവർ കൈയിടുന്നു. അപ്പം ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ പറ്റിക്കാണ്. കാരണം നമ്മൾ ഔസ്ലാൻഡേഴ്സ് ആയതുകൊണ്ട് ഇവർ നമ്മളോട് പറ്റിക്കും. ജർമ്മൻസിൻ്റെ അടുത്ത് ഈ അടവൊന്നും നടക്കത്തില്ല. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ ജർമ്മൻസൊക്കെ ഇവരിങ്ങനെ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആട്ടി ഓടിച്ച് വിടുകയാണ്. അപ്പം നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് അവർ പറ്റിക്കും. ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട്. ഇപ്പോൾ ബെർലിൻ കത്തീഡ്രലിൽ വരുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ജർമ്മനിയിൽ വന്നിട്ട് ഇതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളാരും ചിന്തിക്കുന്നില്ലല്ലോ. എനിക്ക് ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ വലിയൊരു ഭാഗ്യം. അപ്പം ഇപ്പം എന്തായാലും സമയം കുറച്ച് ഞാൻ ഉദ്ദേശിച്ച ടൈമിനേക്കാളും കുറച്ച് കഴിഞ്ഞു പോയി. അപ്പം ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നോക്കാം. ഇതിവിടുത്തെ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടൊരു സ്റ്റാച്യു പോലത്തെ ഒരു സംഭവമാണ്. ഇതാണ് ബെർലിൻ കത്തീഡ്രൽ. ഇത് ഈ സ്ഥലമാണ്. ഈ ഒരു സ്ഥലം, ഈ സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലമാണ്, ഈ സ്ഥലം. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സിൻ്റെയും ഒക്കെ കൂടെ ഒരു സംഭവമാണത്. നമ്മളിനി പോകാൻ പോകുന്നത് നേരെ ബെർലിൻ ആർട്ട് മാർക്കറ്റിലേക്ക്. അവിടെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഗൂഗിളിൽ കണ്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ബെർലിൻ ആർട്ട് മാർക്കറ്റ് കണ്ടു. അത് സത്യം പറഞ്ഞാൽ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ആർട്ട് മാർക്കറ്റിലെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഭയങ്കര റഷായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു, കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പം നമ്മൾ പിന്നെയും മ്യൂസിയം സിൻസൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് അലക്സാണ്ടർ പ്ലാറ്റ്സിലേക്കാണ്, ബെർലിൻ അലക്സാണ്ടർ പ്ലാറ്റ്സ്. സോ ഇതാണ് കണ്ടോ, മ്യൂസിയം സിൻസൽ, റോട്ടസ് റാത്തൗസ്, അലക്സാണ്ടർ പ്ലാറ്റ്സ്. ഇവിടുന്ന് ഈ ഒരു സ്റ്റോപ്പ് എത്താനായിട്ട് 3 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പം നേരത്തെ നമ്മൾ പോയത് ബ്രാൻഡൻബുർഗ് ടൂറിൽ നിന്നാണ്. അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടുന്ന് നേരെ അലക്സാണ്ടർ പ്ലാറ്റ്സിലേക്ക് വന്നു. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഹൗപ്പ് ടു ആൻഹോഫിലേക്ക് പോകും. എന്നിട്ടാണ് നമ്മൾ തിരിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ വീക്ക് ബെർലിനിൽ വന്നപ്പം ജാക്കറ്റ് ഇല്ലാണ്ടാണ് വന്നത്. ഭയങ്കര തണുപ്പാണ്. ഇപ്പം ഒരു വിൻ്റർ സീസണൊക്കെ ഇങ്ങനെ അടുക്കാറായിരുന്നു. നവംബറാണല്ലോ മാസം. അപ്പം അത്യാവശ്യം നല്ല തണുപ്പാണ്. പുറത്തേക്ക് ഇറങ്ങുന്നവർ ജാക്കറ്റ് ഇട്ട് വിൻ്റർ ഡ്രസ്സിലൊക്കെ ഇറങ്ങുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പം ഇവിടുന്ന് ഓരോ 5 മിനിറ്റ്സ് ഇടവിട്ടും ട്രെയിനുണ്ട്. ഇതൊന്ന് വന്നെന്ന് തോന്നുന്നു, കാണിച്ചു. അലക്സാണ്ടർ പ്ലാറ്റ്സ് എന്താണ് കാണാനുള്ളതെന്ന് എനിക്കറിയില്ല, അത് വേറൊരു കാര്യം. ഇവിടെ ഒരുപാട് ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പം നമുക്ക് നോക്കാം. സോ
ഗായ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിനുള്ള വഴികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അറിയത്തില്ല. നോക്കാം. അലക്സാണ്ടർ ഫ്ലാറ്റ്സ് ബാംഗ്ലൂരിലാണുള്ളത്. ശരിക്കും ഞാൻ അലക്സാണ്ടർ ഫ്ലാറ്റ്സിലൊന്നും കണ്ടില്ല, കാരണം എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു. എനിക്ക് ഉടനെ തന്നെ അടുത്ത് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ബാൻഹോഫിനുള്ളിൽ തന്നെ ഒരു ഹോട്ട് സ്പൈസി ചിക്കനൊക്കെ മേടിച്ചിട്ട് ഞാൻ അവിടുന്ന് അടുത്ത ട്രെയിനിലേക്ക് കയറി. ഇവിടെ ഞാനിപ്പം ബെർലിൻ ഗെസ്റ്റിലാണ്. ഇവിടെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം 10 അതിൽ കൂടുതലെങ്ങാണ്ടുണ്ട്. അപ്പോൾ എൻ്റെ ട്രെയിൻ 10ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു എവിടെയാണ്. ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു 11:37 11:39 വണ്ടി. കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ 11:45 ഉണ്ട്. പക്ഷേ ഇതൊരു ട്രാൻസ്ഫർ കയറി ഇറങ്ങണം. പക്ഷെ ഇതാണ് ഡയറക്റ്റാണ്. നമുക്ക് നോക്കാം. സൂപ്പ് 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 കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ഇപ്പം ബെർലിൻ ബാൻഹോഫിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് നമ്മൾ ബെർണോ ബാൻഹോഫ് നമ്മൾ നേരെ രാവിലെ കണ്ടില്ലേ, ആ ബാൻഹോഫിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ബസ്സാണുള്ളത്. അപ്പം ഇവിടെ ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി പിന്നെയും തിരിച്ച് നമ്മൾ ബെർലിനിലേക്ക് വണ്ടി കയറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ജേണി ആയിരുന്നു ഇന്നത്തെ. നല്ലൊരു ജേണി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ആരെയില്ലെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് പോയി എല്ലാം കണ്ട് കേട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ബെർലിനിൽ തന്നെ എല്ലാം അടുത്തടുത്താണ്, അതാണ് ഒരു പ്രത്യേകത. അതിപ്പം ഞാൻ നേരെ ബ്രാൻഡൻബുർഗ് ടൂറിൽ പോയപ്പം അവിടുന്ന് 3 മിനിറ്റ്സാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അവിടുന്ന് 3 മിനിറ്റാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെവിടെയാണോ നമ്മുടെ ബാൻഹോഫിൻ്റെ തൊട്ട് വാതിക്കൽ തന്നെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും സ്ഥലങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും ബെർലിനിലോ അല്ലെങ്കിൽ ബെർലിൻ്റെ അടുത്തോ ഒക്കെ താമസിക്കുന്നവർ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചതൊക്കെ. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത ജർമ്മനി റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ചിൽഡ്രൻ ബൈ.